Hello everyone, welcome to Jupod CBSE Class 10. It's me and Nafi. എല്ലാവർക്കും മക്കളെ Jupod in the CBSE Class 10 ചാനലിലേക്ക് സ്വാഗതം. It's me and Nafi. Yes, അപ്പോൾ നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യാം സെറ്റ് ആക്കാം. ഇറ്റ്സ് എ സിമ്പിൾ ചാപ്റ്റർ കേട്ടോ. നിങ്ങൾക്ക് CBSE സോഷ്യൽ സയൻസ് തന്നെ SST തന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഇത് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. അപ്പോൾ ഈ ചാപ്റ്ററിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാം പഠിക്കാം. മക്കളെ നമുക്കറിയാം ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താ റിച്ച് ഇൻ ബയോഡൈവേഴ്സിറ്റി അല്ലേ. ഇന്ത്യ ഇസ് എ കൺട്രി വിത്ത് റിച്ച് ബയോഡൈവേഴ്സിറ്റി. നല്ല രീതിയിൽ ബയോഡൈവേഴ്സിറ്റി ഉള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്ലോറ ഫോണ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോറസ്റ്റ് എല്ലാം കാണുന്ന ഒരു കൺട്രിയാണ് ഇത് ഇന്ത്യ. മക്കളെ ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട് ഇൻ എ ഫ്യൂ മിനിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് സെറ്റ് ആക്കാൻ പോവാണ്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക ഷെയർ ചെയ്യുക. സോ ഇന്ത്യ ബയോഡൈവേഴ്സിറ്റി ഡിക്ലൈനിങ്. There are some factors that led to the declining of India's biodiversity. അപ്പോൾ ഇന്ത്യയുടെ ബയോഡൈവേഴ്സിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഡിക്ലൈൻ ചെയ്യുന്നുണ്ട്. അതിനുള്ള റീസൺസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താ, ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ അല്ലേ. നമുക്കറിയാം ഇന്ത്യയിൽ ഒരുപാട് ആനിമൽസ് ഉണ്ട്. ആ ആനിമൽസിന്റെ ഹാബിറ്റാറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്ട്രക്ട് ചെയ്യുന്നു. അതായത് ടൈഗർ ആണെങ്കിലും ലയൺ ആണെങ്കിലും എലിഫന്റ് ആണെങ്കിലും ഈച്ച് ആനിമൽ ഹാഡ് ദെയർ ഓൺ ഹാബിറ്റാറ്റ്. ആ ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ട് ചെയ്ത് എന്താ സംഭവിക്കുക, ഇറ്റ് വിൽ ലെറ്റ് ടു ദ ബയോഡൈവേഴ്സിറ്റി. ആൻഡ് നെക്സ്റ്റ് വൺ ഹണ്ടിങ് ആൻഡ് പോച്ചിങ് അല്ലേ. ഇന്ത്യയിലെ ആനിമൽസ് ഫേസ് ചെയ്യുന്ന ഒരു മേജർ ത്രെറ്റ്, ഒരു മേജർ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താ, ഹണ്ടിങ് ആൻഡ് പോച്ചിങ് ആട്ടോ. ഒരു മേജർ ഇഷ്യൂ അല്ലെങ്കിൽ ഒരു മേജർ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണ്, ഹണ്ടിങ് ആൻഡ് പോച്ചിങ് ആണ്. അതായത് ആനിമലിന്റെ സ്കിന്നിനും ആനിമലിന്റെ ബോണിനുമായിട്ട് എന്ത് ചെയ്യുന്നു, ആനിമൽസിനെ ഹണ്ട് ചെയ്യുന്നു, അതിൻ്റെ സ്കിന്ന് പോച്ച് ചെയ്തെടുക്കുന്നു. ആൻഡ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, നമ്മൾ ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ഫോറസ്റ്റിലുള്ള റിസോഴ്സസ് നമ്മൾ എന്ത് ചെയ്യാണ്, ഓവറായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുക. വുഡിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ വേറെ ഒന്ന് പേർപ്പസിന് വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യാണ്, വി ആർ ഓവർ എക്സ്പ്ലോയിറ്റിംഗ് അവർ റിസോഴ്സസ്. നെക്സ്റ്റ് വൺ എന്താ, എൻവയോൺമെന്റൽ പൊല്യൂഷൻ. അടുത്തേതാടാ, നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ഫേസ് ചെയ്യുന്ന വൺ ഓഫ് ദി മേജർ ത്രെറ്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ത്രെറ്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ത്രെറ്റ് ആണ്. ഏത് ത്രെറ്റ്, എൻവയോൺമെന്റൽ പൊല്യൂഷൻ. എന്താടാ എൻവയോൺമെന്റൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കറിയാം വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, അതേപോലെ തന്നെ സോയിൽ പൊല്യൂഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻസ്. അത് ഈ പൊല്യൂഷൻ ഒക്കെ ഡയറക്റ്റ്ലി എന്തിന് ഇമ്പാക്ട് ചെയ്യുന്നു, ബയോഡൈവേഴ്സിറ്റി. ഈ പൊല്യൂഷൻ ഒക്കെ എന്തിന് ഇമ്പാക്ട് ചെയ്യാണ്, ഡയറക്റ്റ്ലി ബയോഡൈവേഴ്സിറ്റി എന്ത് ചെയ്യാണ്, ഇമ്പാക്ട് ചെയ്യാണ്. ആൻഡ് പോയിസണിങ് ആൻഡ് ഫോറസ്റ്റ് ഫയേഴ്സ്. ശ്രദ്ധിക്കണം, എന്താടാ പോയിസണിങ് ആൻഡ് ഫോറസ്റ്റ് ഫയേഴ്സ്. അല്ലെങ്കിൽ മാൻമെയ്ഡ് ആയിട്ടുള്ള ഫോറസ്റ്റ് ഫയേഴ്സ് ഉണ്ടാകുന്നില്ലേ, നാച്ചുറൽ ആയിട്ടുള്ള ഫോറസ്റ്റ് ഫയേഴ്സും ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ മാനുവൽ ആയിട്ടുള്ള ഫോറസ്റ്റ് ഫയേഴ്സും ഉണ്ട്, അല്ലെങ്കിൽ ഹ്യൂമൻസ് ഉണ്ടാക്കുന്ന മാൻമെയ്ഡ് ഫോറസ്റ്റ് ഫയേഴ്സും ഉണ്ട്. ഈ മാൻമെയ്ഡ് ഫോറസ്റ്റ് ഫയേഴ്സും എന്താണ്, ഇറ്റ് ഓൾസോ ലെറ്റ് ടു ദ ഡിക്ലൈൻ ഓഫ് India's biodiversity. അപ്പോൾ ശ്രദ്ധിക്കണേ, there are some major reasons for the declining of India's biodiversity, which are the habitat destruction, hunting, poaching, over exploitation, environmental pollution and forest fires. അത് മാത്രമല്ല, and also unequal distribution of the resources and inequitable consumption of the resources and overpopulation. നമ്മുടെ വേൾഡിൽ തന്നെ ഹൈ സ്പീഡ് അല്ലെങ്കിൽ ഹൈ റേറ്റ് ഓഫ് പോപ്പുലേഷൻ ഹൈ ആയിട്ടുള്ളൊരു കൺട്രിയാണ് ഇത് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ ഈ ഒരു ഓവർ പോപ്പുലേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ ബയോഡൈവേഴ്സിറ്റി ഡിക്ലൈൻ ചെയ്യാൻ ഒരു റീസൺ ആയിട്ട് മാറിയിട്ടുണ്ട്. സോ ഇന്ത്യയിലെ ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് 1972 അല്ലെങ്കിൽ ഇന്ത്യയിലെ വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യും. അതായത് ബയോഡൈവേഴ്സിറ്റി ഡിക്ലൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ഇന്ത്യയിലെ വൈൽഡ് ലൈഫിനെ അത് എഫക്ട് ചെയ്യും, ഇന്ത്യയിലെ ഫോറസ്റ്റിനെ അത് എഫക്ട് ചെയ്യും, ഇന്ത്യയിലെ ആനിമൽസിനെയും ബേർഡ്സിനും ഒക്കെ എന്ത് ചെയ്യും, ദ ഡിക്ലൈനിങ് ഓഫ് ബയോഡൈവേഴ്സിറ്റി വിൽ എഫക്ട്. സോ അത് സോൾവ് ചെയ്യാനായിട്ട് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഇംപ്ലിമെന്റ് ചെയ്തു. എന്ത് ചെയ്തടാ, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഇംപ്ലിമെന്റ് ചെയ്തു. സോ 1972 ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഒരു ആക്ട് ആണ് ഏത്, ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. ഏത് ആക്ട് ആടാ, ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. ശ്രദ്ധിക്കണേ, ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. സോ ദിസ് ആക്ട് വാസ് ഇംപ്ലിമെന്റഡ് ഇൻ 1972. ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഏത് ഇയറിലാണ് ഇംപ്ലിമെന്റ് ചെയ്തത്, 1972 ഇംപ്ലിമെന്റ് ചെയ്തത്. സോ ഒരുപാട് പ്രൊവിഷൻസ് ഉണ്ടായിരുന്നു. ഈ ഒരു ആക്ടിന്റെ മെയിൻ എയിം എന്താ, ഇത് ചാപ്റ്ററിലെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് എന്ത്, ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. 1972 ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്താടാ, വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആട്ടോ. സോ നിങ്ങൾ ശ്രദ്ധിക്കണേ, അതായത് ആൻ ഓൾ ഇന്ത്യ ലിസ്റ്റ് ഓഫ് ദി പ്രൊട്ടക്റ്റഡ് സ്പീഷീസ് വാസ് ഓൾസോ പബ്ലിഷ്ഡ് ആസ് എ പാർട്ട് ഓഫ് ദിസ് ആക്ട്. ഈ ഒരു ആക്ട് അനുസരിച്ച് എന്താണ്, ആൻ ഓൾ ഇന്ത്യ ലിസ്റ്റ് ഓഫ് പ്രൊട്ടക്റ്റഡ് സ്പീഷീസ് അല്ലെ. ഏതൊക്കെയാണ് ലിസ്റ്റിലുള്ളത്, ടൈഗർ ഉണ്ട്, സിംഗിൾ ഹോൺഡ് റൈനോസേഴ്സ് ഉണ്ട്, കാശ്മീർ സ്റ്റാഗ് ഒരു ഹംഗൾ ഉണ്ട്, 3 ടൈപ്പ് ക്രോക്കഡൈൽസ് അല്ലെ, ഫ്രഷ് വാട്ടർ ക്രോക്കഡൈല്, സോൾട്ട് വാട്ടർ ക്രോക്കഡൈല്, ഗരിയല്, ഏഷ്യാറ്റിക് ലയൺ, അതേപോലെ ഇന്ത്യൻ എലഫന്റ്, ബ്ലാക്ക് ബക്ക്, ദ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്, ദ സ്നോ ലെപ്പേർഡ്. ഇത്രയും ആനിമൽസ്, അതായത് ദീസ് ആർ ദി ആനിമൽസ് ഇൻ എൻഡേഞ്ചേർഡ് കാറ്റഗറി. അതായത്
വി ആർ ഫേസിങ് എക്സ്റ്റിങ്ഷൻ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ എൻഡേഞ്ചേർഡ് കാറ്റഗറിയുള്ള ആനിമൽസ് ആണ് ഈ ഒരു ആനിമൽസ് ഒക്കെ. ഈ ഒരു ആനിമൽസിനൊക്കെ എന്ത് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു എന്ത് ഈ ഒരു ആക്ടിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ദ മേജർ എയിം ഓഫ് ദി ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വാസ് ടു പ്രൊട്ടക്ട് ദ ആനിമൽസ് ഇൻ എൻഡേഞ്ചേർഡ് കാറ്റഗറി. എൻഡേഞ്ചേർഡ് കാറ്റഗറിയിലുള്ള ആനിമൽസിന് എന്ത് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ് ഈ ഒരു ആക്ടിന്റെ മെയിൻ എയിം. ഏതൊക്കെയാണ്? ടൈഗർ ഉണ്ട്, സിംഗിൾ ഹോൺ റൈനോസേഴ്സ് ഉണ്ട്, കാശ്മീർ സ്റ്റാഗ് ഉണ്ട്, 3 type of crocodiles ഉണ്ട്, ഏഷ്യാറ്റിക് ലയൺ ഉണ്ട്, അതേപോലെ ഇന്ത്യൻ എലഫന്റ്, ബ്ലാക്ക് ബക്ക് ആൻഡ് ഗ്രേറ്റ് ഇന്ത്യൻ ബെസ്റ്റർഡ്, സ്നോ ലെപ്പേർഡ്. ദീസ് ആർ ദി ആനിമൽസ് ഇൻ ദ ലിസ്റ്റ്. ഈ ഒരു ആനിമൽസിനെ എന്ത് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യണം. അത് പ്രൊട്ടക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ബൈ ബാനിങ് ഹണ്ടിങ് ആസ് എ പാർട്ട് ഓഫ് ദിസ് ആക്ട്. ഈ ഒരു ആനിമൽസിനെ ഹണ്ട് ചെയ്യുന്ന എന്ത് ചെയ്തു, ബാൻ ചെയ്തു. ആസ് പാർട്ട് ഓഫ് ദിസ് ആക്ട് ഈ ഒരു ആനിമൽസിനെ ഹണ്ട് ചെയ്യുന്ന എന്ത് ചെയ്യാണ്, ബാൻ ചെയ്യാണ്. ഗിവൻ ലീഗൽ പ്രൊട്ടക്ഷൻ ടു ദർ ഹാബിറ്റാറ്റ്സ്. അല്ലെ, ഇവരുടെ ഹാബിറ്റാറ്റ്സിന് ടൈഗർ ആണെങ്കിലും എലഫന്റ് ആണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ്, ഇതിന്റെ ഹാബിറ്റാറ്റ്സിന് എന്ത് കൊടുക്കുക, ലീഗൽ പ്രൊട്ടക്ഷൻ. ഇതിന്റെ ഹാബിറ്റാറ്റ്സിന് എന്ത് കൊടുക്കുക, ലീഗൽ പ്രൊട്ടക്ഷൻ കൊടുക്കുക. റെസ്ട്രിക്റ്റിംഗ് ട്രേഡ് ഇൻ വൈൽഡ് ലൈഫ്. ഈ ഒരു വൈൽഡ് ലൈഫിലെ ട്രേഡ്, അതായത് ഈ ആനിമൽസിനെ എഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള ട്രേഡൊക്കെ എന്ത് ചെയ്യുക, ബാൻ ചെയ്യുക. അത് മാത്രമല്ല, സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് മെനി നാഷണൽ പാർക്സ് ആൻഡ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്. ഒരുപാട് നാഷണൽ പാർക്കും അതേപോലെ തന്നെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് എന്ത് ചെയ്തു, ഇംപ്ലിമെന്റ് ചെയ്തു. ആസ് എ പാർട്ട് ഓഫ് ദിസ് ആക്ട്, നാഷണൽ പാർക്ക് ആൻഡ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഇംപ്ലിമെന്റഡ് ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ദീസ് ആനിമൽസ്. ഈ ഒരു ആനിമൽസിന്റെ പ്രൊട്ടക്ഷൻ ആയിട്ട് നാഷണൽ പാർക്കും അതേപോലെ തന്നെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസും എന്ത് ചെയ്യാണ്, ഇംപ്ലിമെന്റ് ചെയ്യാണ്. സോ ആസ് എ പാർട്ട് ഓഫ് ദിസ് ആക്ട്, ഏത് ആക്ട് ആണ്, 1972 ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. ആ ഒരു ആക്ട് അനുസരിച്ച് ഇത്രയും ആനിമൽസിന് എന്ത് ചെയ്യാണ്, ഈ ഒരു കാറ്റഗറിയിലേക്ക്, ഈ ഒരു അക്കോർഡിംഗ് ടു ദിസ് ആക്ട്, ഈ ഒരു ആക്ട് അനുസരിച്ച് ഈ ഒരു ആനിമൽസിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കാറ്റഗറിയിലേക്ക് എന്ത് ചെയ്തു, മാറി എന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ആൻഡ് അതേപോലെ മറ്റൊരു പ്രൊജക്റ്റ് ആണ് എന്ത്, പ്രൊജക്ട് ടൈഗർ. ശ്രദ്ധിക്കണം, ഈ ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയുള്ള മറ്റൊരു ടോപ്പിക്കാണ് മക്കളെ എന്ത്, പ്രൊജക്ട് ടൈഗർ. അതായത് 1973 കൊണ്ടുവന്നുള്ള ഒരു പ്രൊജക്റ്റ് ആണ് ഇത്, പ്രൊജക്ട് ടൈഗർ. അപ്പൊ ആ സമയത്ത് ദ പോപ്പുലേഷൻ ഓഫ് ടൈഗർ dwindled from 55,000 to 1,827 from just in 73 years. അതായത് ഒരു 1900 നമ്മളെ ഇന്ത്യയിലുള്ള ടൈഗറിന്റെ ടോട്ടൽ നമ്പർ എത്രയായിരുന്നു, അറൌണ്ട് 55,000. ബട്ട് 1973 ആയപ്പോഴേക്കും ദ നമ്പർ ഓഫ് ടൈഗർ ഡിക്രീസ്ഡ് ഇൻ ടു 1,827 എന്നുള്ളൊരു നമ്പറിലേക്ക് എന്ത് ചെയ്യാണ്, ഇന്ത്യയിലെ ടൈഗറിന്റെ നമ്പർ കുറഞ്ഞു. സോ അതെന്താണ്, അതായത് മെയിൻ ആയിട്ട് എന്തായിരുന്നു, അതായത് എന്തുകൊണ്ടാണ്, വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദ ഡിക്രീസിങ് ഓഫ് ദ ടൈഗർ പോപ്പുലേഷൻ ഇൻ ഇന്ത്യ? ഒന്നാമത്തെ എന്തായിരുന്നു, പോച്ചിങ് ഫോർ ട്രേഡ്, അല്ലെ, അതായത് സ്കിന്ന്, ടൈഗറിന്റെ സ്കിന്നിനായിട്ട് എന്ത് ചെയ്യുക, ടൈഗറിനെ ഹണ്ട് ചെയ്തു, ആ സ്കിന്ന് ട്രേഡ് ചെയ്യുന്നത് വഴി ഒരുപാട് ബെനിഫിറ്റ് കിട്ടി. അത് മാത്രമല്ല, ഓരോ ടൈഗറിനും ഒരു സിംഗിൾ ഹാബിറ്റാറ്റ്, അതായത് ഇപ്പോൾ ഇതൊരു ടൈഗർ ആണെങ്കിൽ ഈ ടൈഗറിന്റെ ഹാബിറ്റാറ്റിൽ ആര് വരില്ല, വേറെ ടൈഗേഴ്സ് വരില്ല. ഇതൊരു ടൈഗർ ആണെങ്കിൽ ഇതിന്റെ ഹാബിറ്റാറ്റിൽ ആര് വരില്ല, വേറെ ടൈഗേഴ്സ് വരില്ല. ഇതൊരു ഹാബിറ്റാറ്റ് ആണെങ്കിൽ ഇതിന്റെ ഹാബിറ്റാറ്റിൽ ആര് വരില്ല, വേറെ ടൈഗേഴ്സ് വരില്ല. ഇങ്ങനെ ഓരോന്നിനും എന്തായിരുന്നു, ഇങ്ങനെ സിംഗിൾ ഹാബിറ്റാറ്റ് ആയിരുന്നു. ആൻഡ് അത് മാത്രമല്ല, ഈ ടൈഗറിന്റെ സ്കിന്നും അതേപോലെ അതിന്റെ ബോൺസും ഒക്കെ എന്ത്, സ്കിൻ ഒരു ലക്ഷൂറിയസ് ഐറ്റം ആയിട്ടും ബോൺസ് മെഡിസിൻസിനുമായിട്ട് ഒരുപാട് ട്രൈബൽ ഗ്രൂപ്പ്സ് എന്ത് ചെയ്ത് യൂസ് ചെയ്തിരുന്നു. അപ്പൊ ഈ ഒരു പേർപ്പസിനെ കൊണ്ടൊക്കെ, ഈ ഒരു റീസൺ കൊണ്ടൊക്കെ തന്നെ ഇന്ത്യയിലെ ടൈഗർ പോപ്പുലേഷൻ എന്ത് ചെയ്തു, ഡിൻഡിൽ ചെയ്തു അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്തു. അത് സോൾവ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന ഒരു പ്രൊജക്റ്റ് ആണ് ഏത് പ്രൊജക്ട്, പ്രൊജക്ട് ടൈഗർ. ഏത് പ്രൊജക്റ്റ് ആണ്, പ്രൊജക്ട് ടൈഗർ ഇൻ ദ ഇയർ ഓഫ് 1973. ആസ് എ പാർട്ട് ഓഫ് ദിസ് പ്രൊജക്ട് ടു പ്രൊട്ടക്ട് ദ ടൈഗേഴ്സ്, ഡിഫറെന്റ് ടൈഗർ റിസർവ്സ് ആൻഡ് നാഷണൽ പാർക്സ് ഇംപ്ലിമെന്റഡ് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി ഇന്ത്യ. അപ്പൊ ഇന്ത്യയുടെ ഡിഫറെന്റ് പാർട്സിൽ ടൈഗേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് എന്ത് ചെയ്യാണ്, ടൈഗർ റിസർവ്സും നാഷണൽ പാർക്ക് ഇംപ്ലിമെന്റ് ചെയ്തു. എവിടേക്കാണ്, ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഇൻ ഉത്തരാഖണ്ഡ്, സുന്ദർബൻ നാഷണൽ പാർക്ക് ഇൻ വെസ്റ്റ് ബംഗാൾ, ബന്ദ്രാഗഡ് നാഷണൽ പാർക്ക് ഇൻ മധ്യപ്രദേശ്, ഷരിഷ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇൻ രാജസ്ഥാൻ, മാനസ് ടൈഗർ റിസർവ് ഇൻ ആസാം, പെരിയാർ ടൈഗർ റിസർവ് ഇൻ കേരള. സോ ഈ ഒരു ടൈഗർ റിസർവ്സിന്റെ പെക്യുലാരിറ്റി എന്താ, ഈ ടൈഗറിനെ പ്രൊട്ടക്ട് ചെയ്യുക, ഇവിടെയുള്ള ടൈഗറിനെ പ്രൊട്ടക്ട് ചെയ്യുക, ഇവിടെയുള്ള ടൈഗറിനെ എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. അതായിരുന്നു എന്ത്, ഇതിന്റെ മേജർ ആയിട്ടുള്ള ഒരു ഇത് എന്ന് പറഞ്ഞാൽ. അതായത് കോർബറ്റ് നാഷണൽ പാർക്ക് ഇൻ ഉത്തരാഖണ്ഡ്, സുന്ദർബൻ നാഷണൽ പാർക്ക് ഇൻ വെസ്റ്റ് ബംഗാൾ, ബന്ദ്രാഗഡ് നാഷണൽ പാർക്ക് ഇൻ മധ്യപ്രദേശ്, ഷരിസ്ക വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇൻ രാജസ്ഥാൻ, മാനസ് ടൈഗർ റിസർവ് ഇൻ ആസാം,
പെരിയാർ ടൈഗർ റിസർവ് ഇൻ കേരള ഇത് എന്ത് ചെയ്തു? ഇംപ്ലിമെന്റ് ചെയ്തു. ഇംപ്ലിമെന്റ് ചെയ്തു ഫോർ വാട്ട്? ടു പ്രൊട്ടക്ട് ദ ടൈഗേഴ്സ് ആൻഡ് ടു ഇൻക്രീസ് ദ നമ്പർ ഓഫ് ടൈഗേഴ്സ്. അപ്പോൾ പ്രൊജക്ട് ടൈഗറും ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യണം. ഒരു ക്വസ്റ്റ്യൻ വെച്ചാൽ ആൻസർ കമന്റ് ചെയ്യോ. ഇൻ വിച്ച് ഇയർ ദ ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഇംപ്ലിമെന്റഡ്? ഏത് ഇയറിലാണ് ഇന്ത്യൻ വൈൽഡ് ലൈഫ് ആക്ട് ഇംപ്ലിമെന്റ് ചെയ്തത്? ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്തേ. ഇൻ വിച്ച് ഇയർ ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വാസ് ഇംപ്ലിമെന്റഡ്? കമന്റ് ചെയ്തേ. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഓൾ സബ്ജക്റ്റിലെ ഓൾ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അത് യൂട്യൂബിലല്ല ഉണ്ടാവുക, പകരം എവിടെയാണ്? എജ്യൂപോഡിന്റെ സൂപ്പർ ബാച്ചിലാട്ടോ മക്കളെ. ശ്രദ്ധിക്കണേ, നിങ്ങൾക്ക് ഇതേപോലെ എല്ലാ സബ്ജക്റ്റിന്റെയും ക്ലാസ്സസ് വിത്ത് ക്വസ്റ്റ്യൻസ്, മാക്സിമം പ്രോബ്ലംസ്, റെക്കോർഡ് ക്ലാസ്, ലൈവ് ക്ലാസ് വിത്ത് സ്റ്റഡി മെറ്റീരിയൽസ്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. എവിടെയാണ്? എജ്യൂപോഡിന്റെ സൂപ്പർ ബാച്ചിലാണ്. അവിടെ നിങ്ങൾക്ക് മാത്സ് ബേസിക്സ് ഫ്രീ ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് വൺ ഓഫ് ദി ടഫസ്റ്റ് സബ്ജക്റ്റ് ആണ് ഇത് മാത്സ് ഈസി ആക്കാണ്ട മാത്സ് ബേസിക്സ് ഒക്കെ എവിടെ അവൈലബിൾ ആണ്? നമ്മുടെ എജ്യൂപോഡിന്റെ ക്ലാസ് 10 സൂപ്പർ ബാച്ചിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? കമന്റ് ബോക്സ് നമ്മളൊരു ഫോം നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫോം നിങ്ങൾ എന്ത് ചെയ്യുക? ഫില്ല് ചെയ്യട്ടോ. ശ്രദ്ധിക്കണേ, കമന്റ് ബോക്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഫോം നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫോം നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് ഫില്ല് ചെയ്യുക. കമന്റ് ബോക്സിൽ ഒരു ഫോം നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോം ഫില്ല് ചെയ്താൽ നമ്മുടെ ടീം നിങ്ങളെ വിളിക്കും. അപ്പോൾ എജ്യൂപോഡിന്റെ സൂപ്പർ ബാച്ചിലാണ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ക്ലാസ്സുകളും എന്തായിട്ടുണ്ടാവുക? അവൈലബിൾ ആയിട്ടുണ്ടാവുക. അതേപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ ലൈവിന് നോട്ട് കിട്ടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. നൗ വി ഹാവ് ടു ഡിസ്കസ് ദ എഫക്റ്റ് ഓഫ് ഡിഫോറസ്റ്റേഷൻ ഒരുപാട് എഫക്ട്സ് ഉണ്ടല്ലോ, നമുക്കറിയാം എന്താണ്. അതായത് നമുക്കറിയാം ഫോറസ്റ്റ് ആർ ആക്ച്വലി ലങ്സ് ഓഫ് ദി വേൾഡ്. ദേ അബ്സോർബ് ദ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് എമിറ്റ് ഓക്സിജൻ. അല്ലേ, ട്രീസ് ആണ് എന്ത് ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്തിട്ട് ഓക്സിജൻ എമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എർത്തിൽ ഓക്സിജൻ ലെവലും കാർബൺ ഡൈ ഓക്സൈഡ് ലെവലും മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരാ? ഫോറസ്റ്റ് അല്ലെങ്കിൽ ട്രീസാ. ബട്ട് നമ്മൾ ഹ്യൂമൻസിന്റെ ചില ആക്ടിവിറ്റീസ് കാരണം എന്ത് ചെയ്യാണ് ഇതിനൊരു ഇഷ്യൂ ഉണ്ടാവുന്നത്? അതായത് നാച്ചുറലി അല്ലെങ്കിൽ എൻവയോൺമെന്റലി ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഓക്സിജൻ ലെവൽ കുറയുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ കൂടുന്നു, ആൻഡ് ഇറ്റ് ഓൾസോ ടു ദ ഗ്രീൻ ഹൗസ് എഫക്ട് ആൻഡ് ഗ്ലോബൽ വാർമിംഗ്. ആൻഡ് കൾച്ചറലി ഒരുപാട് എന്തുണ്ട്? എഫക്റ്റ് ഉണ്ട്. അതായത് ഒരുപാട് ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസ് ആർ ഡിപ്പെൻഡിങ് ഫോറസ്റ്റ് ഫോർ ദെയർ ഡെയിലി ലൈഫിൽ. അതായത് ഫോർ ഡ്രിങ്ക്, ഫുഡ്, മെഡിസിൻ, കൾച്ചർ, സ്പിരിച്വാലിറ്റി, അങ്ങനെ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്? പിന്നെ കമ്മ്യൂണിറ്റീസ് എന്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഫോറസ്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഡീഫോറസ്റ്റേഷൻ എമൗണ്ട് കൂടിയാൽ അല്ലെങ്കിൽ ഡീഫോറസ്റ്റേഷൻ റേഷ്യോ കൂടിയാൽ ഈ ഫോറസ്റ്റിന് ഡിപ്പെൻഡ് ചെയ്യുന്ന കമ്മ്യൂണിറ്റീസ് എന്തായി പോവും? ടോട്ടലി ഇല്ലാതായി പോവും. ആൻഡ് നമുക്ക് ഇനിയാണ്, ദിസ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇൻ ദിസ് ചാപ്റ്റർ, ടൈപ്സ് ഓഫ് ഫോറസ്റ്റ്. This is very, very important. Types of forest, one of the important topic in this chapter. There are mainly 3 types of forest in India: reserved forest, പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ്, അൺക്ലാസ്ഡ് ഫോറസ്റ്റ്. മക്കളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. മാക്സിമം ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ടു മാക്സിമം ഫ്രണ്ട്സ്. നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക? ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. സോ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക? ലിങ്ക് ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക. സോ മെയിൻലി 3 ടൈപ്സ് ഓഫ് ഫോറസ്റ്റ് കേട്ടോ. റിസർവ്ഡ് ഫോറസ്റ്റ് ഉണ്ട്, പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് ഉണ്ട്, അൺക്ലാസ്ഡ് ഫോറസ്റ്റ് ഉണ്ട്. സോ ഇതിന്റെ ക്ലാസിഫിക്കേഷൻ ഈ ഒരു ടേബിൾ അങ്ങോട്ടേക്ക് പഠിച്ചാൽ മതി. എന്താണ് റിസർവ് എന്ന് പറഞ്ഞാൽ? മോർ ദാൻ ഹാഫ് ഓഫ് ദി ടോട്ടൽ ഏരിയ, അതായത് മോർ ദാൻ 50% ഏത് ടൈപ്പ് ഫോറസ്റ്റാ? റിസർവ്ഡ് ഫോറസ്റ്റ് ആണ്. മോസ്റ്റ് വാല്യുബിൾ ഫോറസ്റ്റ്, അതായത് ഇന്ത്യയിലെ ഏറ്റവും മോസ്റ്റ് വാല്യുബിൾ ആയിട്ടുള്ള, ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോറസ്റ്റ് ആണ് ഏത് ഫോറസ്റ്റ്? റിസർവ്ഡ് ഫോറസ്റ്റ്. ഈ റിസർവ്ഡ് ഫോറസ്റ്റ് നമുക്ക് എവിടെയൊക്കെ കാണാൻ പറ്റുക? ആന്ധ്രാപ്രദേശ്, ഉത്തരാഖണ്ഡ്, കേരള, തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ, മഹാരാഷ്ട്ര, ഇത്രയും സ്റ്റേറ്റ്സിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? റിസർവ്ഡ് ഫോറസ്റ്റ് കാണാൻ പറ്റും. രണ്ടാമത്തെ ഏതാടാ? പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് ആണ്. അതായത് ടോട്ടൽ ഏരിയന്റെ 1/3 വരുന്ന ഫോറസ്റ്റ് ആണ് ഏത് ഫോറസ്റ്റ്? പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ്. ശ്രദ്ധിക്കണേ, ടോട്ടൽ ഏരിയന്റെ 1/3 വരുന്ന ഫോറസ്റ്റ് ആണ് ഏത് ഫോറസ്റ്റ്? പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ്. അതായത് ദീസ് ഫോറസ്റ്റ് ആർ പ്രൊട്ടക്റ്റഡ് ഫ്രം എനി ഫർദർ ഡിപ്ലീഷൻ. അതായത് ഓൾറെഡി ഡിപ്ലീഷൻ അല്ലെങ്കിൽ ഡീഫോറസ്റ്റേഷൻ ഫേസ് ചെയ്ത ഫോറസ്റ്റ് ആണ്. ഇനി എനി ഫർദർ ഡിപ്ലീഷൻ, ഓൾറെഡി കുറച്ച് ഡിപ്ലീഷൻ ഫേസ് ചെയ്തു, ഇനി എന്ത് ചെയ്യരുത്? വേറെ ഡിപ്ലീഷൻ ഉണ്ടാവരുത്. അങ്ങനത്തെ ഫോറസ്റ്റ് ആണ് ഈ ഫോറസ്റ്റ്. ബീഹാർ, ഹരിയാന, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ഒഡീഷ, രാജസ്ഥാൻ സ്റ്റേറ്റിൽ കാണാം. അടുത്തേതാ? അൺക്ലാസ്ഡ് ഫോറസ്റ്റ് ആണ്. ഫോറസ്റ്റ് വേസ്റ്റ് ലാൻഡ് കേട്ടോ. ശ്രദ്ധിക്കണേ, അൺക്ലാസ്ഡ് ഫോറസ്റ്റ് പറഞ്ഞാൽ എന്താ? ഫോറസ്റ്റ് വേസ്റ്റ് ലാൻഡ് ആണ്. നിങ്ങൾ ശ്രദ്ധിക്കണേ, അൺക്ലാസ്ഡ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോറസ്റ്റ് വേസ്റ്റ് ലാൻഡ് ആണ്. സോ ബിലോങ്ങിങ് ടു ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് കമ്മ്യൂണിറ്റീസ്. ശ്രദ്ധിക്കണേ, ബിലോങ്ങിങ് ടു ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് കമ്മ്യൂണിറ്റീസ്. ശ്രദ്ധിക്കണേ, ബിലോങ്ങിങ് ടു ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് കമ്മ്യൂണിറ്റീസ്. അതായത് പ്രൈവറ്റ് കമ്മ്യൂണിറ്റീസിന്റെ അണ്ടറിലും ഗവൺമെന്റിന്റെ അണ്ടറിലുള്ളതാണ് ഇത് അൺക്ലാസ്ഡ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ അത് എവിടെ നമുക്ക് കാണാൻ പറ്റുക? നോർത്ത് ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഗുജറാത്ത്, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആൻഡ് സം പാർട്ട് ഓഫ് ഗുജറാത്ത് കേട്ടോ. ഗുജറാത്തിലും അതേപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് നമുക്ക് എന്ത്
എന്ത് ചെയ്യാൻ പറ്റും, ഈ ടൈപ്പ് ഫോറസ്റ്റ് കാണാൻ പറ്റും. സോ 3 types ഓഫ് ഫോറസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ലാസ്റ്റ് ടോപ്പിക്ക് പഠിക്കാം, ഈ ചാപ്റ്റർ പഠിക്കാൻ അവസാന ടോപ്പിക്കാണ് ഇത്, കമ്മ്യൂണിറ്റി ആൻഡ് കൺസർവേഷൻ. അതായത് ഇന്ത്യയിൽ ഈ ഫോറസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട് അല്ലേ. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇനീഷ്യേറ്റീവ്സ് എന്തൊക്കെയാ, ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, പ്രൊജക്ട് ടൈഗർ ആൻഡ് അങ്ങനെ ഒരുപാട് ലോസും റൂൾസും ആക്ട് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ആൻഡ് അതർ ദാൻ ദി ഗവൺമെന്റ് ദർ ആർ സം കമ്മ്യൂണിറ്റീസ് ഓൾസോ ഇൻവോൾവ്ഡ് ഇൻ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദി ഇന്ത്യൻ ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ഇന്ത്യൻ വൈൽഡ് ലൈഫ്. ഇന്ത്യയിലെ വൈൽഡ് ലൈഫിനെയും ഇന്ത്യയുടെ ബയോഡൈവേഴ്സിറ്റിയും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ചില കമ്മ്യൂണിറ്റീസും ഉണ്ട്. അത് നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. ഫസ്റ്റ് എക്സാമ്പിൾ, ഈ എക്സാമ്പിൾസ് നോക്കി വെക്കണേ. സരിസ്ക ടൈഗർ റിസർവ്. സരിസ്ക ടൈഗർ റിസർവിന്റെ എടുത്ത് മൈനിങ് ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കണേ, ഈ സരിസ്ക ടൈഗർ റിസർവ് എടുത്ത് ഒരുപാട് മൈൻസ് ഉണ്ട്, അവിടെ മൈനിങ് നടക്കുന്നുണ്ടായിരുന്നു. ഈ മൈനിങ് കാരണം എന്ത് ചെയ്യാണ്, ഈ സരിസ്ക ടൈഗർ റിസർവിന് എന്ത് ചെയ്യാണ്, ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അതേപോലെ അവിടുത്തെ ടൈഗേഴ്സിനൊക്കെ ഇത് എഫക്ട് ചെയ്യുന്നത് മനസ്സിലാക്കിയ ഈ സരിസ്ക ടൈഗർ റിസർവിന് ചുറ്റുമുള്ള വില്ലേജസ് എന്ത് ചെയ്യാണ്, ഈ മൈനിങ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഫൈറ്റ് ചെയ്തു. ആൻഡ് അറ്റ് ലാസ്റ്റ് ദേ ഗെറ്റ് ദ ബെസ്റ്റ് റിസൾട്ട് അല്ലേ. അപ്പോൾ അതൊരു എക്സാമ്പിൾ ആണ്. സെക്കൻഡ് വൺ ചിപ്കോ മൂവ്മെന്റ് ആണ്. ഹിമാലയാസിൽ ഇട്ടോ, അതായത് ഹിമാലയാസിലെ ഡീഫോറസ്റ്റേഷൻ റെസിസ്റ്റ് ചെയ്യാനും എഫോറസ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാനും വേണ്ടി ഹെൽപ്പ് ചെയ്തൊരു മൂവ്മെന്റ് ആണ്. ഏത് മൂവ്മെന്റ്? ചിപ്കോ മൂവ്മെന്റ്. അതായത് ഇൻ ഹിമാലയാസ് had not successfully resisted deforestation in several areas but also shown that community afforestation, അതായത് അവിടുത്തെ കമ്മ്യൂണിറ്റീസിന് ഹെൽപ്പോട് കൂടി, ഹിമാലയത്തിന് ഡിഫറെന്റ് റീജിയനിലുള്ള ഡിഫറെന്റ് ട്രൈബൽ കമ്മ്യൂണിറ്റീസിന് ഹെൽപ്പോട് കൂടിയിട്ട് ഇൻഡിജിനസ് സ്പീഷീസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, സക്സസ്ഫുൾ ആയിട്ട് സെറ്റാക്കി അല്ലെങ്കിൽ അതിന്റെ എഫോറസ്റ്റേഷൻ എന്ത് ചെയ്ത് സെറ്റാക്കാൻ ഹെൽപ്പ് ചെയ്തൊരു മൂവ്മെന്റ് ആണ് ചിപ്കോ മൂവ്മെന്റ്. അടുത്തത് ബീച്ച് ബച്ചാവ് ആന്തോളനാണ്. അതായത് എന്താണ്, അതായത് ദ യൂസ് ഓഫ് സിന്തറ്റിക് കെമിക്കൽ ആർ പോസിബിൾ ആൻഡ് എക്കണോമിക്കലി വയബിൾ ആൻഡ് അതായത് വിത്തൗട്ട് യൂസിങ് ദ സിന്തറ്റിക് കെമിക്കൽസ് അല്ലെ. സിന്തറ്റിക് കെമിക്കൽസ് അല്ലെങ്കിൽ സിന്തറ്റിക് പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യാതെ ബയോ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്തിട്ട് ശ്രദ്ധിക്കണേ, സിന്തറ്റിക് കെമിക്കൽസ് യൂസ് ചെയ്യാതെ ബയോ കെമിക്കൽസ് യൂസ് ചെയ്ത്, സോ ബയോ കെമിക്കൽസ് അല്ല ബയോ പെസ്റ്റിസൈഡ്സും ബയോ മാനുവേഴ്സും യൂസ് ചെയ്തിട്ട് കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെയുള്ള കൾട്ടിവേഷൻ പ്രൊമോട്ട് ചെയ്തൊരു ഗ്രൂപ്പാണ് ആര്, ബീച്ച് ബച്ചാവോ ആന്തോളൻ. അപ്പൊ ഈ ബീച്ച് ബച്ചാവോ ആന്തോളൻ എന്ന് പറഞ്ഞാൽ they promoted cultivation with the help of എന്താണ്, ബയോ പെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ എന്താണ്, ബയോ പെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇത് സെറ്റാക്കിയ ഗ്രൂപ്പാണ് ആര്, ബീച്ച് ബച്ചാവോ ആന്തോളൻ. അടുത്തത് ബൈരാദോ ഡാക്കോ സാങ്ച്വറി ആണ്. ഇൻ ദ ഇൻഹാബിറ്റൻസ് ഓഫ് ദി 5 villages in the അൽവാ ഡിസ്ട്രിക്ട് ഓഫ് രാജസ്ഥാൻ ഹാവ് ഡിക്ലെയർഡ് 1200 hectares ഓഫ് ദി ഫോറസ്റ്റ്. അതായത് ഈ നമ്മുടെ തമിഴ്നാടല്ല രാജസ്ഥാനിലെ അൽവാ ഡിസ്ട്രിക്റ്റിൽ ശ്രദ്ധിക്കണേ, രാജസ്ഥാനിലെ അൽവാ ഡിസ്ട്രിക്റ്റിലുള്ള 5 villages അവിടെ രണ്ടുള്ള ഒരുപാട് കൾട്ടിവബിൾ ലാൻഡ് ഉണ്ടായിരുന്നു, മോർ ദാൻ 1200 hectares ലാൻഡ്. അത്രയും ലാൻഡ് അവർ എന്തായാലും ഡിക്ലെയർ ചെയ്തു ഫോറസ്റ്റ് ആയിട്ടില്ല. അതായത് വൈൽഡ് ലൈഫ് ഉണ്ടെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഹ്യൂമൻ ക്യാൻ സസ്റ്റെയിൻ അല്ലെങ്കിൽ ഹ്യൂമൻ ക്യാൻ സർവൈവ് അല്ലെ. ഹ്യൂമൻസിന് സർവൈവ് ചെയ്യാൻ എന്ത് വേണം, ഫോറസ്റ്റ് വേണം. സോ ഹ്യൂമൻസിന് സർവൈവ് ചെയ്യാൻ എന്ത് വേണം, ഫോറസ്റ്റ് വേണം. അങ്ങനെ ഫോറസ്റ്റ് വേണമെങ്കിൽ ആ ഫോറസ്റ്റിന്റെ ഡീഫോറസ്റ്റ് നമ്മൾ കുറയ്ക്കണം. അപ്പോൾ ഫോറസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് മോർ ദാൻ 1200 hectares ഓഫ് ലാൻഡ് എന്താക്കി, ഫോറസ്റ്റ് ആക്കി മാറ്റി അല്ലെങ്കിൽ ഫോറസ്റ്റ് ആക്കി കൊടുത്തു. ആര്, രാജസ്ഥാനിലെ അൽവാർ ഡിസ്ട്രിക്റ്റിലുള്ള ഏകദേശം 5 villages അല്ലെ. അത്രയും വില്ലേജ് അവർ രണ്ടുള്ള ലാൻഡ് എന്തിനു ഡൊണേറ്റ് ചെയ്തു, ഫോറസ്റ്റ് ആക്കാൻ വേണ്ടി ഡൊണേറ്റ് ചെയ്തു. അത് JFM ആണ്, ജോയിന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ് പ്രോഗ്രാം. എന്താണ്, ലോക്കൽ കമ്മ്യൂണിറ്റീസിൽ ഇൻ ദ മാനേജ്മെന്റ് ആൻഡ് റിസ്റ്റോറേഷൻ ഡിഗ്രേഡ് ഫോറസ്റ്റ്. അതായത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കൂടെ ലോക്കൽ കമ്മ്യൂണിറ്റീസ് കൂടി ജോയിൻ ചെയ്യാം. ശ്രദ്ധിക്കണേ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കൂടെ ലോക്കൽ കമ്മ്യൂണിറ്റീസ് കൂടി എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക കേട്ടോ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കൂടെ ആരും കൂടി ജോയിൻ ചെയ്യുക, ലോക്കൽ കമ്മ്യൂണിറ്റീസ് കൂടി എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ശ്രദ്ധിക്കണേ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കൂടെ എന്ത് കൂടി ജോയിൻ ചെയ്യുക, ലോക്കൽ കമ്മ്യൂണിറ്റീസ് കൂടി ജോയിൻ ചെയ്യുക. എന്നിട്ട് ഈ ലോക്കൽ കമ്മ്യൂണിറ്റീസ് കൂടി ജോയിൻ ചെയ്യുന്നത് ആ ഫോറസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, ആ ഫോറസ്റ്റിനെ സെറ്റാക്കാൻ ലോക്കൽ കമ്മ്യൂണിറ്റീസ് കൂടി എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ലോക്കൽ കമ്മ്യൂണിറ്റി, അങ്ങനെ ഈ ലോക്കൽ കമ്മ്യൂണിറ്റീസും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൂടി ജോയിൻ ചെയ്തുകൊണ്ട് അവർ എന്ത് ചെയ്യാണ്, ഫോറസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അതാണ് എന്ത്, JFM അഥവാ ജോയിന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ്. അപ്പോൾ ഈ ചാപ്റ്റർ 2 to 3 മാർക്ക് എക്സാമിന് ചോദിക്കുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ വെച്ച് നിങ്ങൾ ആൻസർ കമന്റ് ചെയ്യുമോ, വിച്ച് ആർ ദി 3 types ഓഫ് ഫോറസ്റ്റ് ദാറ്റ്സ് സീൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ 3 ടൈപ്പ് ഫോറസ്റ്റ് ഏതൊക്കെയാണ്, ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്തേ. ഇതേപോലെ എല്ലാ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കണം, എല്ലാ ചാപ്റ്റേഴ്സും അടിപൊളിയായിട്ട് പഠിക്കണം. നിങ്ങൾക്ക് ഏറ്റവും ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിട്ടുള്ള മാത്സ് സെറ്റ് ആക്കണം. ആ
മാത്സ് സെറ്റാക്കാൻ നിങ്ങൾക്ക് മാത്സ് ബേസിക്സ് അടക്കം നിങ്ങൾക്ക് എവിടെ കിട്ടും? എജുപോണിൻ്റെ ബാച്ച് കിട്ടും. നിങ്ങൾ എജുപോണിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്താൽ അതാണ് നിങ്ങൾക്കുള്ള ഏറ്റവും ബെസ്റ്റ് റിസൾട്ട്. നിങ്ങൾ എജുപോണിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ കാര്യങ്ങൾ ഓക്കെ ആകും. എജുപോണിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ കാര്യങ്ങൾ സെറ്റാകും. എജുപോണിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ കാര്യങ്ങളെല്ലാം ഓക്കെ ആവും. സോ മക്കളെ, ഈ നമ്മുടെ ബാച്ച് ജോയിൻ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ ഫോം ഉണ്ട്, ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. നിങ്ങൾക്ക് അവിടെ റെക്കോർഡ് ക്ലാസ്, ലൈവ് ക്ലാസ്, നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻസ്, ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ, നിങ്ങളെ സെറ്റാക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എജുപോണിൻ്റെ ബാച്ചിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. കാര്യങ്ങൾ സെറ്റ് ആവും കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. അപ്പോൾ എങ്ങനെ മക്കളെ ബാച്ചിൽ ജോയിൻ ചെയ്യുക? കമൻറ്റ് ബോക്സിലുള്ള ഫോം ഒന്ന് ഫില്ല് ചെയ്യുന്നത് മതി. വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇത്തരത്തിൽ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.